പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ നാക്കാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറയാറുണ്ട്. ബാക്കി എല്ലാം ഇൻപുട്ടാണ്, നമുക്ക് ചെവിയിലോട്ട് കേൾക്കാൻ പറ്റും, പക്ഷെ ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറയും. മൂക്കിലോട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റും, പക്ഷേ മൂക്കിലോട്ട് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ നാക്കിനെ കൊണ്ട് നമുക്ക് നമ്മുടെ വികാരങ്ങളെ പുറത്തേക്ക് തള്ളാനും നമുക്ക് പ്രകടിപ്പിക്കാനും ഒക്കെ, സംസാരിക്കാനും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആശയവിനിമയത്തിനൊക്കെ നമുക്ക് സാധിക്കുമെന്ന് പറയും. പക്ഷേ ശ്രദ്ധിക്കാത്ത ഒരു അവയവം കൂടിയുണ്ട് നമുക്ക്. അതായത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്ന് മാത്രമല്ല, 2 നമുക്ക് ഔട്ട്പുട്ടായിട്ടുണ്ട്. പക്ഷേ ആ 2 നമുക്ക് 2 നാക്കിനെ മാത്രമേ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ, മറ്റേതിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം മനുഷ്യന് കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പതിവില്ല. അതുകൊണ്ടാണ് അവന് കണ്ണ് നമുക്ക് തരുന്ന സന്ദേശങ്ങളെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ നമുക്ക് കാണാതെ പോകുന്നത്. നിങ്ങളുടെ ചില വാക്കുകൾ കൊണ്ടോ മറ്റോ ഗന്ധം കൊണ്ടോ ചില രാസപ്രവർത്തനങ്ങൾ കാരണമോ എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് ഔട്ട്പുട്ടായിട്ട് നിങ്ങളുടെ കണ്ണും നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ചില നോട്ടങ്ങൾ, ചില സിഗ്നലുകൾ ഒക്കെ അതിന് ഉദാഹരണമാണ്. നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ നാവ് മാത്രം വേണമെന്നില്ല, കണ്ണിലൂടെയും നമുക്ക് കൊടുക്കാൻ സാധിക്കും. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലാണ്. കർമ്മേന്ദ്രിയങ്ങളിൽ വേറെയുണ്ട്, അത് വേറെ കാര്യം. അതല്ല, ഔട്ട്പുട്ട് കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. പക്ഷേ ജ്ഞാനേന്ദ്രിയത്തിലും കർമ്മേന്ദ്രിയത്തിൻ്റെ സ്വഭാവത്തോടു കൂടി 2 നമുക്കുണ്ട്. ഒന്ന് നാക്ക്, മറ്റൊന്ന് കണ്ണ്.